വിവാഹിതരായ മക്കൾ എന്തുകൊണ്ട് മാറി താമസിക്കണം? നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് വന്നാൽ പെണ്ണും ചെറുക്കനും കൂടെ ഈ ചെക്കൻ്റെ വീട്ടിലങ്ങ് താമസം കൂടും. അവിടെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും കാണും, ചിലപ്പോൾ സഹോദരങ്ങൾ കാണും, അത് സഹോദരിയോ സഹോദരനോ ആകാം, ചിലപ്പോൾ അവർ ഓൾറെഡി വിവാഹിതരായിരിക്കാം, അവർക്ക് കുട്ടികളുണ്ടാകും. ഇവരെല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഈ പുതിയ കുട്ടി വന്നു ചേർന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത്? ഈ ഓരോ യൂണിറ്റും ഓരോ ഫാമിലിയാണ്. അച്ഛനമ്മ ഒരു ഫാമിലിയാണ്. ഇപ്പോൾ സഹോദരൻ സഹോദരി ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു ഫാമിലി യൂണിറ്റാണ്. ഈ പുതുതായിട്ട് കല്യാണം കഴിച്ച് വന്ന പെണ്ണും ചെറുക്കനും അവർ വേറൊരു ഫാമിലി യൂണിറ്റാണ്. ഈ ഫാമിലി യൂണിറ്റ്സ്, പല ഫാമിലി യൂണിറ്റ്സ്, അതായത് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഇന്നത്തെ കാലത്ത് ശരിക്കും വർക്കൗട്ട് ആവില്ല. ഒരുപാട് പേർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഈ ഒരു അവസരത്തിൽ എന്തിനാണ് ഈ അച്ഛനമ്മമാർ ഫോഴ്സ് ചെയ്യുന്നത്? ഈ കല്യാണം കഴിഞ്ഞ മക്കൾ ഞങ്ങളോടൊപ്പം താമസിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഈ കല്യാണത്തിന് മുന്നേ തന്നെ ഈ അച്ഛനമ്മമാർക്ക് പറഞ്ഞുകൂടെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ചൊരു പീരീഡ്, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് നിങ്ങൾ സെപ്പറേറ്റ് താമസിക്കണം. നമ്മളിപ്പോൾ ഒരു ഇനിഷ്യൽ ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരുടെയും പാരൻസിന് ഹെൽപ്പ് ചെയ്യാം, അവരെ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു ബേസിക് തിങ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവർ സ്വന്തമായി ജീവിക്കണം. അവർ സ്വന്തമായി ജീവിച്ചാൽ മാത്രമേ സ്വന്തമായി ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വീട് നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെന്ന് അവരെ അറിയത്തുള്ളൂ. പിന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവത്തുള്ളൂ. ഇതൊന്നിനും ഒരു അവസരം കൊടുക്കത്തില്ല. എല്ലായിടത്തും ഈ അച്ഛനും അമ്മയും കയറി ഇടയ്ക്ക് ഇത് കയറും. എന്തിനേറെ പറയുന്നു, അവർക്കൊരു പ്രൈവസി പോലും ആ വീട്ടിലുണ്ടാവത്തില്ല. ഈവൻ എത്രയോ വീടുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം വേറെ ഈ സഹോദരങ്ങളുടെ മക്കളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഹസ്ബൻഡും വൈഫ് ഇരിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടി വന്ന് അതിനിടയ്ക്ക് ഇരിക്കും. ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ്. ശരിയാണ്, കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യും. പക്ഷേ അത് ശരിയാണോ? അല്ലെങ്കിൽ ഇവരൊന്ന് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ചേട്ടനോ ചേച്ചിയോ പറയും, അയ്യോ ഈ മോളെ കൂടി കൊണ്ടുപോകും അല്ലെങ്കിൽ മോനെ കൂടി കൊണ്ടുപോയെന്ന്. അപ്പോൾ അവരുടെ ആ പ്രൈവറ്റ് സ്പേസ് പോയി. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. പിന്നെ സ്വന്തമായി ഒരു മുറി പോലും വാടകയ്ക്കെടുത്ത് താമസിക്കാൻ കഴിവില്ലാത്ത ഒരാൾ കല്യാണം കഴിക്കാൻ പോകരുത്. ഈ സാമ്പത്തികമാണ് റീസൺ എന്ന് ആൾക്കാർ പറയും. അങ്ങനെയുള്ളവരൊരു കുടുംബം പോറ്റാൻ നിൽക്കരുത്. ഇന്ന് കല്യാണം കഴിക്കുന്നു, ഭാര്യയെ പോറ്റാൻ പറ്റുന്നില്ല, പിന്നെ നാളെ ഒരു കുട്ടി ഉണ്ടാവും, പിന്നെ ഇയാൾ കുട്ടി എങ്ങനെ